മനുഷ്യ ഇങ്ങോട്ടൊന്ന് എളുപ്പം കയറി വരുന്നുണ്ടോ? എളുപ്പം ഇങ്ങോട്ടൊന്ന് വാ പോലും. അവിടെ നിൽക്കുക. എളുപ്പം എന്നൊന്ന് കയറി വാ ഒന്ന്. ഞാൻ അന്നേരം പറഞ്ഞതാണ് 100 രൂപ കൊടുത്താൽ മതി. ഇവിടെ 3 കിലോമീറ്ററല്ലേ ഉള്ളൂ. 200 രൂപ എടുത്ത് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ ചെയ്യുമെന്ന് പറ. അവൻ 200 രൂപ കൊടുത്തിരിക്കുന്നത്. എന്നും വിളിക്കുന്ന പയ്യനെ വിളിച്ചാൽ മതിയായിരുന്നു. അവനാകുമ്പോൾ 100 രൂപ കൊടുത്താൽ മതിയായിരുന്നു. എന്തോ പറയാനാന്ന് പറ. എടി, നമ്മൾ സ്റ്റാൻഡിനപ്പുറത്തുനിന്നല്ലേ വിളിച്ചത് എന്നും പറഞ്ഞ് 200 രൂപ എടുത്ത് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. 100 രൂപ കൊടുത്താൽ പോരായിരുന്നു. അത് കൊടുത്തു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കൊടുത്തു പോയി. ഇനിയിപ്പോൾ എന്തും ചെയ്യാൻ പറ്റത്തില്ല. എന്നും പറഞ്ഞിട്ട് നിങ്ങൾ 50 രൂപയുടെ ഊണല്ലേ ഉച്ചയ്ക്ക് ഉണ്ണുന്നത്? കഷ്ടപ്പെട്ട് നിങ്ങൾ രാവും പകലും ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ഇങ്ങനെ കളയുമല്ലോ. അപ്പോൾ ആ പൈസ ചിലവാക്കുന്നത് ഞാനാ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. നിങ്ങൾ 50 രൂപയുടെ ചോറും തിന്നേച്ചാൽ ഉച്ചയ്ക്ക് ഒരു കടിയോ ഒരു ചായയോ കുടിച്ചാൽ 10-18 രൂപയാവത്തുള്ളൂ. അതിന് നിങ്ങൾ എത്ര രൂപയാണ് കൊണ്ട് കളയുന്നത്? നീ രാവിലെ മുതൽ നീ അങ്ങോട്ട് ചോറ് വെച്ചാൽ മതി. ഞാൻ വെക്കാനോ? എനിക്കൊന്നും വയ്യ. എനിക്ക് തല കറക്കോ. എനിക്ക് വയ്യ ചെയ്യാൻ. നിങ്ങളങ്ങോട്ട് എന്നാൽ 50 രൂപയ്ക്ക് അങ്ങ് ചോറ് കഴിച്ചേച്ചാൽ മതി. ഇവള് എൻ്റെ കൊച്ചിന് സ്കൂളിൽ നിന്ന് ഉച്ചക്കഞ്ഞി ഉള്ളത് നന്നായി. ഇല്ലെങ്കിൽ ഇവള് എൻ്റെ കൊച്ചു കിടന്ന് ബുദ്ധിമുട്ടിയാൻ. ഇവളായിരുന്നോ? ഇവള് പിന്നെയും വന്നല്ലോ. ദൈവമേ, ഇവള് ഇനി എന്തൊക്കെ അടിച്ചുകൊണ്ട് പോകാനാ വന്നേന്ന് ആർക്കറിയാം. എന്തോ പറയാനാ. അമ്മച്ചി, പൊന്നമ്മച്ചി, ആരും ഇല്ലേ ഇവിടെ? നാത്തൂനെ ആങ്ങളെ ഇവിടെ ഇല്ലേ? പൊന്നാങ്ങള. അമ്മ എന്ത് നാത്തൂനെ? അപ്പുറത്ത് വന്നോ? ഞാനൊന്ന് അങ്ങോട്ട് പോയി കാണാം. നാത്തൂനെ ഈ ബാഗ് അങ്ങോട്ടൊന്ന് പിടിച്ചേക്കണേ. ഇതിൻ്റെ കൂട്ടി വെച്ചേക്കണേ നാത്തൂനെ. ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരട്ടെ നാത്തൂനെ. അമ്പിളി, നീ ആയിരുന്നോ? അമ്മയോ? അമ്മ അപ്പുറത്തെങ്ങാണ്ടുണ്ടല്ലോ. അങ്ങോട്ട് പോ. അവിടെ ഇപ്പോൾ ഉണ്ട്. കാടെന്തോ ചെത്തുക. ശരി. വെച്ചേക്കാം. ശരി. എൻ്റെ ദൈവമേ, കരിയാപ്പലയോ പൂത്തൊലഞ്ഞ് നിൽക്കുവാന്നല്ലോ. ഈ മൊത്തം ഇന്ന് ഞാൻ എല്ലാം ഓടിച്ചുകൊണ്ട് പോകണം. അമ്മേ, അമ്മച്ചി. ഇവിടെ ഉണ്ടായിരുന്നോ? നാത്തും പറഞ്ഞു അമ്മച്ചി ഇവിടെ ഉണ്ടെന്ന്. ഞാനിപ്പോൾ വന്നേ ഉള്ളൂ അമ്മച്ചി. അവിടെ ഇരിപ്പുണ്ട്. ചേട്ടനും ഉണ്ട്. ചേട്ടൻ അവിടെ ഉണ്ട്. പിള്ളേർ സ്കൂളിൽ പോയി അമ്മച്ചി. രാവിലെ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പൊന്നാങ്ങളെ ഉണ്ടെങ്കിൽ അവനെ ഒന്ന് കാണാം. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ. അന്നേരം നാത്തും പറഞ്ഞ് ഇവിടെ ഇല്ല, ജോലിക്ക് പോയെന്ന്, രാവിലെ പോയെന്ന് പറഞ്ഞു അമ്മച്ചി. അമ്മ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. തല ഇച്ചിരി എണ്ണയൊക്കെ തേച്ചൊന്ന് കുളിക്കാൻ ചെയ്തായിരുന്നു. എന്തോ അമ്മ ചക്ക അടത്തിയോ? ആരാ വന്ന് അടത്തിയിട്ടത്? 3-4 ചക്കയും തേങ്ങയൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുവാ അമ്മച്ചി. അതിനാ വന്നത് കേട്ടോ. വീട്ടിൽ ചേട്ടന് ചോറ് കൊണ്ടുപോകുന്നുണ്ട്. ഒന്നുമില്ല അമ്മ. രാവിലെ എഴുന്നേറ്റ് വല്ലതും ചെയ്യണ്ടേ? ഒന്നുമില്ല. അതാ ഇങ്ങോട്ട് വന്നേ കേട്ടോ അമ്മച്ചി. പിന്നെ ആണെങ്കിൽ അമ്മച്ചിയുടെ 2 സാരി എനിക്ക് തരണേ. നാത്തു സ്റ്റാറ്റസ് ഇട്ടേക്കുന്ന കണ്ടമ്മേ. അത് തരണേ അമ്മച്ചി. പിന്നെ ആണെങ്കിൽ ചേട്ടന് അച്ഛൻ്റെ 2 മുണ്ടും കൂടെ തരണേ അമ്മച്ചി. പണിക്ക് പോകുമ്പോൾ ഒറ്റ മുണ്ടില്ല അമ്മച്ചി. അതുകൊണ്ടാണ് എല്ലാം കീറിപ്പോയി. നല്ല 2 മുണ്ടാണ്. ഞാനാണെങ്കിൽ നമ്മുടെ വടക്കേലെ സതിയുടെ മോള്, അവളെ ഞാൻ വെച്ച് കണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് അച്ഛനാണെങ്കിൽ നല്ല 2 മുണ്ട് പണി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ചേട്ടൻ കൊടുത്തെന്ന്, ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ. അതറിഞ്ഞിട്ടാണ് പറഞ്ഞത് അമ്മച്ചി. തരണേ അമ്മച്ചി. പിന്നെ എന്തൊക്കെയുണ്ട് അമ്മച്ചി വിശേഷം? പിന്നെ ആണെങ്കിൽ പിള്ളേർ സ്കൂളിൽ പോയി അമ്മച്ചി. അമ്മച്ചിക്ക് സുഖമാണോ? പിന്നെ അമ്മ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാ? നാത്തൂനെ കൊണ്ട് വല്ലതൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ചൂടെ? എന്താ കുഴപ്പം ചെയ്യിപ്പിച്ച? അമ്മച്ചി വാ അമ്മച്ചി. ഇച്ചിരി വല്ല ചോറ് വല്ലതും വെച്ചോ അമ്മ. വല്ലതും കഴിച്ചിട്ടൂടെ പോയിരുന്നു. വിശന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല. ഇപ്പം കൊണ്ടുതരാം നാത്തൂനെ. വെള്ളം വന്നോ? ഇപ്പം കൊണ്ടുതരാം. എന്തോ ഒരു ചൂടാ അമ്മച്ചി. നാത്തൂനെ ഇച്ചിരി വെള്ളം താ നാത്തൂനെ. പച്ചവെള്ളമോ? ഞങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ജ്യൂസ് നാരങ്ങകളൊക്കെയാണ് കൊടുക്കുന്നത്. ഇത് പച്ചവെള്ളം. വേണ്ട മതി. ഈ പെണ്ണ് അങ്ങനെ ഉണ്ടെന്നേ. നാത്തൂന്ന് അവൾ വെള്ളം ഇച്ചിരി ജ്യൂസ് കഴിച്ചപ്പോൾ അവൾ പച്ചവെള്ളം എടുത്തുകൊണ്ട് വരുന്നു. കണക്കാ. ഇപ്പോൾ അങ്ങ് അടയച്ചക്കരയായോ നിങ്ങൾ? അങ്ങോട്ട് ചെല്ലട്ടെ. ഊണ് കഴിച്ചിട്ട് ഇപ്പോൾ അമ്മച്ചി വാ. അമ്പിളിയാ മോളെ. എന്താടി വന്നേ? മരുമോ വന്നില്ലേ? പിള്ളേർ സ്കൂളിൽ വിട്ടോ?
നീ എടുത്തോണ്ട് പൊയ്ക്കോടി, നീ എടുത്തോണ്ട് പോ. സാരി അത് നീ അങ്ങനെ കണ്ട്. ഓ അവള് സ്റ്റാറ്റസ് ഇട്ടേക്കാം. ആ നീ എടുത്തോണ്ട് പൊയ്ക്കോ. ചെയ്യാം മോളെ, ഒരുപാട് ജോലികളില്ലേ. അവളങ്ങനെയല്ല, അവളെനിക്ക് മോളെ പോലെ അടി. നീ അങ്ങനെയൊന്നും പറയാതെ അവളെക്കുറിച്ച് കേട്ടോ. ആ പിന്നെ എന്തോ ഉണ്ടടി അവിടെ വിശേഷം? ആ തള്ള വല്ലതും ചെയ്യോടി അവിടെ? വേറെ വിശേഷം എന്ത് പറയാനാ മോളെ? നീ അത്രയും കഴിഞ്ഞ് എന്തിനാ കൊണ്ടുപോകുന്നേ? വേറെ വിശേഷമൊന്നുമില്ല. ആ വെള്ളം മേടിച്ച് കുടിക്കുമോ? ആ എന്നാൽ ശരി മോളെ, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം, നീ അങ്ങോട്ട് പോ. ശരി. ആ എന്താ അമ്പിളി? ആ അടുത്ത ആഴ്ച നാത്തൂൻ വീട്ടിൽ പോകുമ്പോൾ അതിങ്ങി കൊണ്ടുവരണേ നാത്തൂനെ. ഞാനിങ്ങി കൊണ്ടുതരാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ്. എന്നാ അമ്പിളി പിടിച്ചോ. ആ അമ്മയുടെ കാര്യം പറയാമല്ലോ. എൻ്റെ അമ്മയാണ്ടോന്ന് പറയുമല്ലോ കേട്ടോ. ഓ ഒരു വക ചെയ്യത്തില്ല, നാത്തൂനായിട്ട് കഷ്ടപ്പെടുത്തുമല്ലയോ. ഓ ഇങ്ങനെ ഒരു തള്ള. നാത്തൂനൊന്നും കരിയാക്കണ്ട കേട്ടോ. ഞാൻ പോട്ടെ നാത്തൂനെ, എന്നാൽ ഇനി വരാം കേട്ടോ. ശരി. ഓ അതേതാ? ആ നൈറ്റിയോ? അയ്യോ അത് ഞാൻ വീട്ടിൽ പോയപ്പോൾ അങ്ങ് കൊണ്ടുപോയി കേട്ടോ. ഇനി വരുമ്പോൾ എടുത്തുകൊണ്ട് വരാം. അടുത്ത ആഴ്ച പോകുന്ന അമ്മ പറഞ്ഞായിരുന്നോ? ആ എങ്കിൽ പോകുമ്പോൾ ഞാൻ കൊണ്ടുവരാം. ഇവിടെ ഇല്ല കാര്യം. ആ നൈറ്റി അവിടെ എൻ്റെ വീട്ടിൽ കിടക്കും. ഈ മൂദേവി അവൾ ഞാൻ അതുകൊണ്ട് അടിച്ചുകൊണ്ട് പോകാനും കൊണ്ടാണ് വന്നേക്കുന്നത്. ശരി അമ്പിളി, നീ അന്ന് അങ്ങോട്ട് പോകും, ഞാനങ്ങ് വരാമേ. പൈസയോ? ആ ചിട്ടിക്ക് വെച്ചിരിക്കുന്ന പൈസ അത് ഞാൻ എങ്ങനെ എടുത്ത് തരും? ആ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാതെ ഒന്നും നടക്കത്തില്ല അമ്പിളി. നീ വണ്ടിക്കൂലിക്ക് പൈസയൊന്നും കൊണ്ടുവന്നില്ലേ? എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, അത് ചിട്ടിക്ക് വെച്ചിരിക്കുന്ന പൈസ. ശരിയെന്നാ അമ്മച്ചി, പൊന്നമ്മച്ചി ഞാൻ പോകാമെന്നൊക്കെ. നല്ല കപ്പയ്ക്ക, ഞാൻ ഇനി വരുമ്പോൾ കപ്പയ്ക്കയും കൂടെ കൊണ്ടുപോകും കേട്ടോ. അയ്യോ തേങ്ങ 150 തേങ്ങ ഉണ്ടായിരുന്നു, അതൊന്നും കൊണ്ടുപോയി കുറച്ചും പോയി. ബാക്കി ഞാൻ പിന്നെ വന്ന് എടുക്കാം അമ്മച്ചി. ഞാൻ പോട്ടെ അമ്മച്ചി. നാത്തൂനെ പോകാന്നേ. അമ്മയുടെ അച്ചാറും ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് കരിയാപ്പല, അല്ലറ ഇല്ലറ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നാത്തൂൻ്റെ 2 ഡ്രസ്സ്, അമ്മയുടെ സാരി, ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച ഞാൻ മക്കളെ കൊണ്ട് വരാം. പോട്ടെ അമ്മച്ചി. വെയിറ്റ് ചെയ്യാം അമ്മച്ചി, പോട്ടെ. ഓട്ടോക്കാർ വെയിറ്റ് ചെയ്യുന്നു. പോട്ടെ അമ്മച്ചി. ഓ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് ഇതേപോലെ നാത്തൂന്മാർ. ഇത് ഇച്ചിരി കൂടുതലാണ്. ഉള്ളതെല്ലാം കൂടെ പറക്കിക്കൊണ്ട് പാനും കൊണ്ട് എഴുന്നേറ്റോളും ആഴ്ച. ഇത് കുറച്ച് കടുപ്പമോ? ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ല. അവർ വന്ന് അവരുടെ കാര്യം കണ്ടിട്ട് പോവുക. ഇതാണോ വീട്ടിലുള്ള സാധനങ്ങൾ മൊത്തം? ഇനി ഇവള് വല്ലതും പറഞ്ഞു കൊടുത്തിട്ടാണോ ഇവള് ഇങ്ങനെ സംസാരിക്കുന്നത്? ആർക്കറിയാം. ഒരു പെണ്ണേ മോളെ.